അക്ഷരാർത്ഥത്തിൽ ആഘോഷവും ആഹ്ലാദവും അലതല്ലിയ അന്തരീക്ഷത്തിൽ ഫിഷറീസ് മന്ത്രിയും നാട്ടുകാരും ഉദ്യോഗസ്ഥരും തോളോട് തോൾ ചേർന്ന് മത്സ്യകൃഷി വിളവെടുപ്പിന് ഒത്തുചേർന്നു. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറേക്കര ചെട്ടിച്ചാലിലായിരുന്നു ഗ്രാമത്തിനാകെ ആഘോഷത്തിൻ്റെ പകലൊരുക്കി മത്സ്യകൃഷിയിലെ നൂറുമേനി വിളവ് റെക്കോർഡ് സ്ഥാപിച്ചത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ ഫിഷ് എംബാങ്ക്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകൃഷി നടത്തിയത്. പടിഞ്ഞാറേക്കര നവോദയ ഫിഷ് ഫാമിംഗ് ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു മത്സ്യകൃഷി. മലിനജലം തളം കെട്ടി പായലും പുൽപ്പടർപ്പുകളും നിറഞ്ഞ് വിഷപ്പാമ്പുകളുടെയും ക്ഷുദ്രജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായിരുന്നു 1.22 ഹെക്ടർ വരുന്ന ചെട്ടിച്ചാൽ യന്ത്രസഹായത്തോടെ ശുചീകരിച്ചാണ് മത്സ്യകൃഷി ഇറക്കിയത്. നീരൊഴുക്ക് തടസ്സപ്പെടാത്ത വിധം തടയണകൾ നിർമ്മിച്ച് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സജ്ജീകരിച്ച ചാലിൽ 2 ഘട്ടങ്ങളിലായി 20,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. അന്യം നിന്നു പോകുന്ന നാടൻ മത്സ്യ ഇനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വരാൽ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. തുടർന്ന് നവോദയ ഫിഷ് ഫാമിംഗ് ക്ലബിലെ ഓരോ അംഗങ്ങളും കണ്ണിലെണ്ണയൊഴിച്ച് ആത്മാർത്ഥതയോടെ കാത്തുരക്ഷിച്ച മത്സ്യകൃഷി കർഷകരുടെ മനം നിറച്ച് നൂറുമേനി വിളവും സമ്മാനിച്ചു. 800 ഗ്രാം മുതൽ 1 കിലോയിലധികം തൂക്കം വരുന്ന മത്സ്യങ്ങളാണ് വിളവെടുപ്പിൽ ലഭിച്ചത്. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ കൂടുതൽ മേഖലകളിലേക്ക് എംബാങ്ക്മെൻറ്റ് പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് പ്രചോദനകരമാണ് പടിഞ്ഞാറേക്കര നവോദയ ക്ലബ്ബ് കൈവരിച്ച മിന്നുന്ന ഉജ്ജ്വല വിജയമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 75-80% കുഞ്ഞുങ്ങളും ആ വളർത്തലിന്റെ ഫലമായി നഷ്ടപ്പെടാതെ വളർന്ന് നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, മാലിന്യ കൂമ്പാരമായ ജലാശയങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇവിടെ തന്നെ ഇപ്പോ ഞാനിവിടെ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയായിരുന്നു എന്തോ ഒരു വല്ലാത്ത MLA പറഞ്ഞു, എന്തോ ഒരു വല്ലാത്ത കിടന്ന ഒരു ചാല, അതിത്ര നന്നായി. കേരളത്തിലെ ആയിരക്കണക്കിന് ഇതുപോലുള്ള ജലാശയങ്ങൾ മാലിന്യ മുക്തമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് എംബാങ്ക്മെന്റ്. CK ആശ MLA ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വിളവെടുത്ത നാടൻ വരാൽ രുചികരമായി പാചകം ചെയ്ത് കപ്പപ്പുഴുക്കിനൊപ്പം വിളമ്പിയാണ് സംഘാടകർ ആഹ്ലാദം പങ്കിട്ടത്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ SR രമേശ് ശശിധരൻ പദ്ധതി വിശദീകരണം നടത്തി. ചലച്ചിത്ര സംവിധായകൻ എബ്രേഡ് ഷൈൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ക്ലബിൻ്റെ അംഗത്വ വിതരണം നിർവഹിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS പുഷ്പമണി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PD ജോർജ്, നവോദയ ഫിഷ് ഫാമിംഗ് ക്ലബ്ബ് രക്ഷാധികാരികളായ KG രാജു, TT സെബാസ്റ്റ്യൻ, ക്ലബ്ബ് ട്രഷറർ KG രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ മോൾ, രേവതി മനീഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.